ഹലോ, അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ സ്നാക്ക് തന്നെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് പോള. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോളയ്ക്ക് ഞാൻ ക്യാരറ്റ് വേവിച്ചിട്ടും അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും രണ്ടും കൂടിയിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ 2 ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം പാനിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതിലേക്കായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പീസസും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 3 സ്പൂണോളം പാൽപ്പൊടി അഥവാ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഗ്രേറ്റഡ് ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടിൽ നിന്ന് കുറച്ച് കാഷ്നട്ട് ഞാൻ എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് എല്ലാ സൈഡിലും നമുക്ക് കാഷ്നട്ട് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. പാൻ്റെ അടിയിൽ പറ്റുകയാണെങ്കിൽ ഒരു തട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കുക. മുകൾ ഭാഗത്ത് ഇതുപോലെ കാഷ്നട്ടും റൈസിൻസും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹാഫ് കുക്കായ സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് മുകളിൽ ഡെക്കറേഷനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റോളം കുക്ക് ചെയ്യേണ്ട. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി 20 മിനിറ്റൊക്കെ ആയാൽ. അപ്പോൾ ഫ്രഷ് ക്യാരറ്റ് കൂടി ഇട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇടയിൽ കാണിച്ചതാണ്. ഇപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി എന്ന് കണ്ടാൽ നമ്മളിന്ന് ജസ്റ്റ് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം മറ്റൊരു പാനിലേക്ക് കുറച്ചൊന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പാനിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് ചൂടായി കിടക്കുന്ന പാനായി കഴിഞ്ഞാൽ പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ല, അടിവശം ചെറുതായിട്ടൊന്ന് കരി വന്നിട്ടുണ്ട്. അത് ഞാൻ പാന് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്തുകൊണ്ടാണ്. അടിയിൽ ചെറിയൊരു തട്ട് എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതിന് മുമ്പ് ഞാൻ ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പുഴുങ്ങിയ ക്യാരറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു റെസിപ്പിക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും